ചില ഫോട്ടോകൾ വാട്സപ്പിൽ ഒരു കോണ്ടാക്റ്റിൽ അയക്കുന്നത് കണ്ടപ്പോൾ ദേവദത്തിന് ഒന്നതിലേക്ക് ശ്രദ്ധിച്ചു. മോളെ, ഇത് ആർക്ക് അയച്ചു കൊടുക്കുന്നത്? അമ്മയുടെ നമ്പറിലേക്ക്. അഭിരാമി പറഞ്ഞപ്പോൾ പ്രതികാരാഗ്നി കലർന്നൊരു ചിരി ഉണ്ടായിരുന്നു. അഭിരാമിയുടെ മറുപടിയിൽ ദേവദത്തിനൊന്ന് ഞെട്ടി. ദേവദത്തിന്റെ മുഖത്തെ ഞെട്ടൽ വകവയ്ക്കാതെ അഭിരാമി തന്റെ സംഭാഷണം തുടർന്നു. അതെ അച്ഛാ, ഞങ്ങളെ അച്ഛൻ മരിച്ചെന്നും വേറൊരാളാണ് ഞങ്ങളുടെ അച്ഛനെന്നും കള്ളം പറഞ്ഞ് അച്ഛനിൽ നിന്നും ഞങ്ങളെ അകറ്റിയ അമ്മയോട് എന്റെ പ്രതികാരമാണിത്. അമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെയുള്ള ഓരോ ചിത്രങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് കണ്ട് അമ്മയുടെ മനസ്സ് നീറണം. ഞങ്ങളോടും അച്ഛനോടും ചെയ്തതിനും അമ്മ ഞങ്ങളിൽ നിന്നും അകറ്റാൻ നോക്കിയ അച്ഛൻ്റെ കൂടെ ഞാൻ എത്ര സന്തോഷത്തോടെ നിൽക്കുകയാണെന്നതും കാണണം അമ്മ. അമ്മ എന്തൊക്കെ ശ്രമിച്ചിട്ടും അവസാനം ദൈവം ഞങ്ങളെ അച്ഛൻ്റെ അടുത്ത് എത്തിച്ചത് കണ്ട് അമ്മ ഞെട്ടിത്തരിക്കണം. ഞാനത് അമ്മയ്ക്ക് കൊടുക്കുന്ന ശിക്ഷയാണിത്. അഭിരാമിയുടെ മുഖത്ത് ഗൂഢമായ ചിരി വിടർന്നു. അത് പറയുമ്പോൾ മോളെ, അത്രയ്ക്ക് വേണോ? അഭിരാമിയോട് ചോദ്യം ഉന്നയിക്കുമ്പോൾ ദേവദത്തിന്റെ സ്വരം ദുർബലമായിരുന്നു. ഇത്രയും കാലം കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതിന് മകൾ അമ്മയോട് പകരം വിടുന്നു. മകളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതിനെതിരെ ഒന്നും പറയുവാനും കഴിയില്ല. ഒന്നും പറയാൻ കഴിയാതെ അശക്തനായി പോകുന്നു താൻ. ലച്ചുവിനെ താനിങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതിലും അപ്പുറമാവില്ലേ ഒരു പക്ഷേ തന്റെ മകളുടെ പ്രതികരണം? ദേവദത്തൻ വേദനയോട് ചിന്തിച്ചു. അച്ഛന്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കണ്ടില്ലെന്ന് അഭിരാമി നടിച്ചു. അച്ഛന്റെ മാനസികാവസ്ഥ ഒന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതിയ അഭിരാമി ഉടനെ തന്നെ മിത്രയെ വീഡിയോ കോൾ ചെയ്തു. ഉടനെ തന്നെ മിത്രയുടെ കോൾ അറ്റൻഡ് ആയി. തലയിൽ പ്ലാവില കിരീടവും കണ്ണുകളിൽ ഓലയുടെ കണ്ണടയും വെച്ച് വീഡിയോ കോളിൽ വന്ന അഭിരാമിയെ കണ്ട മിത്രയൊന്ന് അമ്പരന്നു. ചേച്ചി, ഇതൊക്കെ എന്താ? മിത്രയുടെ അത്ഭുതം നിറഞ്ഞ സ്വരം ദേവദത്തിന്റെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. അയാൾ മിത്രയെ കാണുവാനായി ഉടനെ തന്നെ അഭിരാമിയുടെ അടുത്തേക്കായി നിന്നു. പകൽ വെളിച്ചത്തിൽ തന്റെ മകളെ വീഡിയോ കോളിങ്ങിലൂടെ കണ്ട ദേവദത്തിന്റെ മുഖം പ്രകാശമാനമായി. അയാളുടെ മിഴികളിൽ വാത്സല്യം നിറഞ്ഞു തുളുമ്പി. മിത്തു, ഇത് അച്ഛനും ഉണ്ടാക്കി തന്നതാ. നമ്മുടെ അച്ഛൻ പൊളിയല്ലേ? അഭിരാമി ദേവദത്തിനെ പുകഴ്ത്തിക്കൊണ്ട് അയാളുടെ കവിളിലൊന്ന് ചുംബിച്ചു. മിത്രയുടെ മുഖത്ത് ഒരേ സമയം ആഹ്ലാദവും വിഷാദവും നിറഞ്ഞു. മിത്രയുടെ മുഖം വിഷാദമനമായത് ദേവദത്തൻ ശ്രദ്ധിച്ചു. അത് എന്തിനാവുമെന്ന് അറിയാവുന്ന അയാളുടെ മനസ്സിൽ തന്റെ മകളോടുള്ള അലിവ് നിറഞ്ഞു. അച്ഛൻ ചേച്ചിക്ക് ഉണ്ടാക്കി കൊടുത്തതല്ലേ? എനിക്ക് മാത്രമില്ല. മിത്രയുടെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു. അച്ഛന്റെ മീനുക്കുട്ടി ഇവിടെ വരുമ്പോൾ ഉണ്ടാക്കി തരില്ലേ? എന്റെ മോളെ വിഷമിക്കാതെ, മിത്രയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ദേവദത്തിന്റെ സ്വരം അയാൾ അറിയാതെ ഇടറിപ്പോയി. പ്രോമിസ്, പ്രോമിസ്. ദേവദത്തിന്റെ മറുപടിയിൽ വാത്സല്യം നിറഞ്ഞു നിന്നു. അച്ഛൻ എന്താ എന്നെ കാണാൻ വരുന്നത്? എനിക്ക് അച്ഛനെ കാണാൻ കൊതിയായി. മിത്രയുടെ വാക്കുകളിൽ അവളപ്പോൾ തന്റെ അച്ഛന്റെ സാമീപ്യം എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നത് വെളിവായിരുന്നു. അച്ഛൻ ഉടനെ വരും. അച്ഛൻ മീനൂട്ടിയെയും അമ്മയും കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ദേവദത്തിന്റെ മുഖം വാത്സല്യത്താൽ നിറഞ്ഞു നിന്നു. അമ്മയുടെ കാര്യം കേട്ടതും മിത്രയുടെ മുഖമൊന്ന് മങ്ങി. ഇത് ശ്രദ്ധിച്ച ദേവദത്തൻ അഭിരാമിയുടെ മുഖത്തേക്കൊന്ന് ഉറ്റുനോക്കി. അഭിരാമിയുടെ മുഖഭാവവും വ്യത്യസ്തമായിരുന്നില്ല. അച്ഛൻ ദയവ് ചെയ്ത് അമ്മയുടെ കാര്യം അച്ഛൻ എന്നോട് തിരക്കുകയോ പറയുകയോ ചെയ്യരുത്. അമ്മ ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകുവാൻ പോലും തോന്നുന്നില്ല. മിത്രയുടെ മുഖത്ത് അമ്മയോടുള്ള താല്പര്യക്കുറവ് പ്രകടമായി. മോളെ, അങ്ങനെയൊന്നും പറയാതെ. അമ്മ പാവമാണ്. ദേവദത്തിന്റെ വാക്കുകൾ ദുർബലമായിരുന്നു. അച്ഛാ, അമ്മയെക്കുറിച്ച് അച്ഛൻ്റെ മനോഭാവം അങ്ങനെയാവും. പക്ഷെ ഞങ്ങൾക്ക് അമ്മയെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം അമ്മ ഞങ്ങളോട് ചെയ്തത് അത്തരത്തിലൊരു ദുഷ്പ്രവൃത്തിയാണ്. ഞങ്ങളുടെ അച്ഛനുമായി പിണങ്ങിയാണ് അമ്മ ജീവിക്കുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അമ്മയോടുള്ള ഞങ്ങളുടെ മനോഭാവം മാറില്ലായിരുന്നു. എന്നാൽ അമ്മ ചെയ്തതെന്താ? ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തയാളാണ് ഞങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അച്ഛനുമായി എന്തെങ്കിലും പ്രശ്നമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അമ്മയ്ക്ക് നിയമപ്രകാരം പോകാമായിരുന്നു. അമ്മയ്ക്ക് അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അത് അമ്മയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, ഞങ്ങളെ ബാധിക്കുന്നതല്ല. ഞങ്ങളിൽ അമ്മയ്ക്കുള്ള അതേ അവകാശം അച്ഛനുമുണ്ട്. അത് അമ്മ ഓർക്കണമായിരുന്നു. മിത്രയുടെ വാക്കുകളിൽ അമ്മയോടുള്ള രോഷം തിളയ്ക്കുകയാണ്. അച്ഛൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എനിക്ക് നിരാകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയാ, അമ്മയുടെ ഒരു കാര്യം എന്നോട് ചോദിക്കുകയോ മുമ്പത്തെ പോലെ പെരുമാറാനോ അച്ഛൻ ദയവായി എന്നോട് ആവശ്യപ്പെടരുത്. മിത്രയുടെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു. അത് പറയുമ്പോൾ അച്ഛനറിയോ, ചേച്ചിക്ക് അച്ഛനടുത്ത് നടന്നതിൻ്റെയും അച്ഛൻ കളിപ്പിക്കുന്നതിനും ഒക്കെ നേരിയ ഓർമ്മകളെങ്കിലുമുണ്ട്. എന്നാൽ എനിക്കത് പോലുമില്ല. ചെറുപ്പത്തിൽ മറ്റുള്ള കുട്ടികൾ അവരുടെ അച്ഛന്മാരുടെ കൂടെ നടക്കുന്നത് കളിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കതിന് ഭാഗ്യമില്ലാതെ പോയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട്. അതെല്ലാം പറഞ്ഞ് അമ്മയെ പഴയ പോലെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയില്ല അച്ഛാ. വേറെ എന്തൊക്കെ കാര്യത്തിൽ അമ്മയോട് ക്ഷമിച്ചാലും ഞങ്ങളുടെ അച്ഛൻ വേറൊരാളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. മിത്രയുടെ മുഖം സങ്കടത്താലും അമ്മയോടുള്ള പകയാലും ചുവന്നിരുന്നു. അപ്പോൾ ദേവദത്തിന് തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ മറുപടിയില്ലായിരുന്നു. കാരണം മകൾ പറഞ്ഞിരിക്കുന്നത് അത്രയും യുക്തിഹിതമായ കാര്യങ്ങളാണ്. അവരിപ്പോൾ ചിന്തിക്കുന്നതിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുവാനും കഴിയില്ല. പക്ഷേ മക്കളുടെ ഈ പെരുമാറ്റം തന്റെ ലക്ഷ്യത്തിനുണ്ടാക്കുന്ന മാനസികാഘാതം ചെറുതായിരിക്കില്ല. മിത്രയുടെ വാക്കുകൾ ചിന്തകളിലായി മൂടിയപ്പോൾ ദേവദത്തിലെ മിഴികൾ നിറഞ്ഞൊഴുകി.
പക്ഷെ ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അച്ഛാ. ഒരു 100 ജന്മത്തിലേക്കുള്ള സ്നേഹം പകർന്നു തരുവാൻ എനിക്കൊരു അച്ഛൻ ഇപ്പോൾ ഉണ്ടെന്ന അറിവ് മറ്റെന്തിനേക്കാളും എനിക്ക് സന്തോഷം പകരുന്നു. എനിക്ക് ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയണം, ഞാൻ ദേവദത്തിന്റെ മകളാണെന്ന്. മിത്ര പറഞ്ഞു. പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ മുഖം ദേവദത്തിനോടുള്ള സ്നേഹത്താലും അഭിമാനത്താലും നിറഞ്ഞു. രംഗമൊന്ന് ആനന്ദമുറ്റതാക്കുവാൻ അഭിരാമി പൊടുന്നനെ മിത്രയോട് വേറെ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു. പരസ്പരം അവർ കളിയാക്കിയും ചീത്ത പറഞ്ഞും ശോകാനന്ദമായ അന്തരീക്ഷത്തെ ആനന്ദഭരിതമാക്കിക്കൊണ്ടിരുന്നു. ദേവദത്തൻ തന്റെ മക്കളുടെ കുസൃതികൾ ആസ്വദിച്ചുകൊണ്ട് രണ്ടുപേരോടും കുറെ സമയം സംവദിച്ചു. അല്പസമയങ്ങൾ കഴിഞ്ഞ് മിത്ര തന്റെ കോൾ കട്ട് ചെയ്തു പോയി. അഭിരാമി തുടർന്ന് ദേവദത്തിനോടൊപ്പമുള്ള ചിത്രങ്ങൾ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അഭിരാമി അച്ഛനെ കാണിച്ചു കൊടുത്തു. അതിൽ എഴുതിയിരുന്നു, ഇരുവരും ചേർന്നുള്ള ചിത്രത്തിന് കീഴിൽ അച്ഛന്റെ കൂടെ ഇന്നും അച്ഛനുണ്ടാക്കി കൊടുത്ത റെയിൻബാൻ ഗ്ലാസ്, അച്ഛനണിയിച്ച കനക കിരീടം എന്നൊക്കെ എഴുതിയിരുന്നു. ആ പോസ്റ്റുകൾ കണ്ട ദേവദത്തൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അനുമോളെ, ഇതെന്തിനാ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടത്? വേണ്ടായിരുന്നു. ദേവദത്തിന്റെ മുഖത്ത് വൈമനസ്യം പടർന്നു. അച്ഛ, അതിലൊക്കെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് എന്താണ് പ്രശ്നം? വിത്തു പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം, ഞങ്ങൾ ദേവദത്തിന്റെ മക്കളാണെന്ന്. അഭിരാമിയുടെ മിഴികളിൽ മുമ്പില്ലാത്തൊരു ആവേശം നിറഞ്ഞിരിക്കുന്നതായി ദേവദത്തിന് ഉളവായി. എന്നാലും മോളെ, ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുക എന്നൊക്കെ വെച്ചാൽ നീക്കം ചെയ്യുന്നതല്ലേ നല്ലത്? ദേവദത്തിന്റെ വാക്കുകൾ അല്പം സങ്കോചം നിറഞ്ഞു. എന്തിന്? അച്ഛന് ഞങ്ങളെ മക്കളെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അഭിരാമിയുടെ സ്വരത്തിൽ നീരസം പടർന്നു. അങ്ങനെയല്ല മോളെ, നിങ്ങൾ എൻ്റെ മക്കളാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ദേവദത്തിന്റെ മറുപടി മുഴുവിപ്പിക്കാൻ അഭിരാമി അനുവദിച്ചില്ല. അവൾ കൈ ഉയർത്തി വിളക്കി. അച്ഛ, അച്ഛൻ എന്തുകൊണ്ടാണ് ഈ ആശങ്കയെന്ന് എനിക്കറിയാം. പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ മക്കളായി രംഗപ്രവേശം ചെയ്യുമ്പോൾ സമൂഹം എന്ത് കരുതുമെന്നും പ്രത്യേകിച്ച് അവർ അമ്മയ്ക്ക് ചാർത്തി കൊടുക്കാവുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തല്ലേ? അഭിരാമി ഒരു മറുചോദ്യം ഉന്നയിച്ചു. മോളെ, ഒരു തരത്തിൽ അതുകൊണ്ടെന്ന് കൂട്ടിക്കോളൂ. അച്ഛൻ മരിച്ചെന്നാണ് മോളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ എല്ലാവരും അറിയുന്നത്. ഇത്രകാലം ഇല്ലാത്ത അച്ഛൻ ഇപ്പോൾ എവിടെ നിന്ന് വന്നുവെന്നും നിങ്ങളുടെ സഹപാഠികളുടെയും പിന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ ചോദ്യങ്ങൾ വരില്ലേ? അതിനെക്കുറിച്ച് അച്ഛനൊരു നിമിഷം ഓർത്തു. ദേവദത്തിനോട് പറഞ്ഞു നിർത്തി. അച്ഛ, സമൂഹത്തിന്റെ ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി എൻ്റെ സഹപാഠികളുടെ കാര്യം ഓർത്താണെങ്കിൽ എവിടെയും അച്ഛൻ്റെ പേര് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അച്ഛൻ മരിച്ചുപോയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്കൂൾ റെക്കോർഡുകളിലൊക്കെ രക്ഷിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അമ്മയുടെ പേരാണ്. പിന്നെ ഇവിടുത്തെ കാര്യമാണെങ്കിൽ എഴുത്തുകാരൻ ദേവദത്തൻ്റെ ഭാര്യ അദ്ദേഹത്തെയും മക്കളെയും കൊണ്ട് ഉപേക്ഷിച്ച് പോയത് ആർക്കും അറിയാത്ത കാര്യമല്ല. കാരണം അച്ഛൻ പണ്ടത്തെ ആ സർക്കാർ ഉദ്യോഗസ്ഥനല്ലിപ്പോൾ. അച്ഛൻ്റെ പ്രശസ്തിയുടെ കൂടെ അച്ഛൻ്റെ കുടുംബജീവിതത്തിലെ കഥകളും എല്ലായിടത്തും പാട്ടാണ്. പിന്നെ അമ്മയെക്കുറിച്ച് സമൂഹം എന്ത് ചിന്തിക്കുമെന്നാണെങ്കിലും അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉണ്ടാവൂ. കുറച്ച് ദിവസം എല്ലാവരും ഇതൊരു ചർച്ചാ വിഷയമാക്കിയേക്കാം. പിന്നെ അതൊക്കെ മാറും. എനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. അച്ഛനും അമ്മയ്ക്കും കേട് പറ്റാത്ത രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്തുകൊള്ളാം. അഭിരാമി ഒന്ന് പറഞ്ഞു നിർത്തി. അച്ഛ, പിന്നെ എന്തായാലും സമൂഹം ഇതെല്ലാം അറിയും. ഈ രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അച്ഛൻ ആലോചിക്കേണ്ടതില്ല. അഭിരാമിയുടെ വാക്കുകൾ പക്വതയാർന്നതായിരുന്നു. ദേവദത്തിന് പ്രത്യേകിച്ചൊരു മറുപടി കൊടുക്കാനുണ്ടായിരുന്നില്ല. അല്പനിമിഷങ്ങൾ അവർക്കിടയിൽ മൗനം തളകെട്ടി നിന്നു. അച്ഛ, തങ്ങൾക്കിടയിലെ മൗനത്തെ ഭജിച്ചുകൊണ്ട് അഭിരാമി ദേവദത്തിനെ വിളിച്ചു. ദേവദത്തിന് അഭിരാമിയുടെ മുഖത്തേക്ക് നോക്കി എന്താണെന്ന് ആംഗ്യം കാണിച്ചു. അഭിരാമി ദേവദത്തിന്റെ അടുത്തേക്ക് വന്ന് അയാളുടെ മീശയിൽ വലിച്ച് തലോടാൻ തുടങ്ങി. അഭിരാമിയുടെ കുസൃതിയിൽ ദേവദത്തിന്റെ മനസ്സിലെ സംഘർഷങ്ങൾക്ക് ഒരല്പം അയവ് വന്നു. അയാളുടെ മുഖത്തൊരു ചിരി വിടർന്നു. അച്ഛന് സമൂഹത്തെ ഭയമുണ്ടോ ഇക്കാര്യത്തിൽ? അഭിരാമി ദേവദത്തിന്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരിക്കലുമില്ല മോളെ. മോൾ അച്ഛനെക്കുറിച്ച് കരുതിയേക്കുന്നത് നീ സമൂഹത്തെ ഭയന്ന് നിങ്ങൾ എൻ്റെ മക്കളെന്ന സത്യത്തെ ഞാൻ മറച്ചു പിടിക്കുമെന്നാണോ? ആ സത്യം ഒരിക്കലും ഇല്ലാതെ ആവുന്നില്ലല്ലോ. മോള് പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം അതറിയും. വിമതി ധൈര്യം കലർന്ന വാക്കുകളാൽ ദേവദത്തൻ മറുപടി നൽകി. അയാളുടെ മുഖം അപ്പോൾ ഒരു യുദ്ധം വിജയിച്ച പോരാളിയുടേതായിരുന്നു. പിന്നെ എന്തിനാ എൻ്റെ അച്ഛൻ ഞാൻ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭയപ്പാടോടെ കാണുന്നത്? ഈ സമൂഹത്തെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അച്ഛ. അഭിരാമി ഗൂഢമായൊരു പുഞ്ചിരിയോടെ പൊഴിഞ്ഞു. അവളുടെ മുഖഭാവങ്ങൾ എന്തിനോടും പൊരുതാൻ താൻ തയ്യാറാണെന്ന് വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് താൻ ലച്ചുവിനോട് പറഞ്ഞതും ഇതിന് സമാനമായ ഒരു വാക്കായിരുന്നു ദേവദത്തൻ മനസ്സിലോർത്തു. ഭയമല്ല മോളെ. മോള് ചെയ്തത് പെട്ടെന്ന് മനസ്സിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാലത്തിൻ്റെ ആവാം. ദേവദത്തൻ ചിരിയോടെ മൊഴിഞ്ഞു. അപ്പം ഞാൻ ആ പോസ്റ്റുകൾ നീക്കം ചെയ്യുവാനും പോകുന്നില്ല. ഇനിയും ഇതുപോലെ പോസ്റ്റുകൾ ഇടാനും പോകുന്നു. അച്ഛൻ എന്ത് പറയുന്നു? അഭിരാമി ദേവദത്തന്റെ കഴുത്തിൽ തന്റെ കൈകളിട്ടുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ മക്കൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോളൂ. അച്ഛൻ എതിര് നിൽക്കില്ല. അഭിരാമിയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് ദേവദത്തൻ വാത്സല്യത്തോടെ മറുപടി നൽകി. ഇതാണ് എൻ്റെ അച്ഛൻ, ദേവദത്ത നരസിംഹൻ. രാമശൻ പറയുന്ന പോലെ ഏത് ചോദ്യങ്ങളെയും സധൈര്യം നേരിടുന്ന രാമശന്റെ ദേവൻ കുഞ്ഞ്. ദേവദത്തന്റെ കവിളിൽ ഒരു ചുംബനം ഏകൊണ്ട് അഭിരാമി അത് പറയുമ്പോൾ അവളുടെ മിഴികളിൽ അഭിമാനം നിറഞ്ഞു നിന്നു.
മറുപടിയായി ദേവദത്തിനൊന്ന് ചിരിച്ചു. പൊടുന്നനെ അഭിരാമി ദേവദത്തിന്റെ താടിയിൽ ഒന്ന് തടവി ഒരു കുസൃതി ചിരിയോടെ അതിൽ കണ്ട വെളുത്ത ഒന്ന് രണ്ട് ഇഴകൾ പറിച്ചു കളഞ്ഞു. ഹൗ, എന്റെ മോൾ അച്ഛന്റെ താടി മുഴുവൻ പിഴുതു മാറ്റുവാണോ? വേദന എടുത്ത ദേവദത്തൻ അഭിരാമിയോട് അല്പം പരിഭവം കലർത്തിക്കൊണ്ട് ചോദിച്ചു. അച്ഛന്റെ താടിയിലെ വെള്ളിവരകൾ ഞാൻ പറിച്ചെടുത്ത് കളഞ്ഞതാ. എന്റെ അച്ഛൻ സപ്തതി കഴിഞ്ഞിട്ട് നരച്ചു കാണിച്ചാൽ മതിയല്ലോ. അഭിരാമി ഒരു കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ദേവദത്തിൽ നിന്നും ഒരു പൊട്ടിച്ചിരി ഉയർന്നു. അച്ഛനെതിരായി താടി വളർത്തുന്നത് അഭിരാമിയുടെ ചോദ്യത്തിൽ നീരസം കലർന്നു. അത് ഈ താടിക്ക് കീഴിൽ നിങ്ങളുടെ അമ്മ നൽകിയ ചുംബനങ്ങളുടെ പാടാണ്. അതിനൊരു കോട്ടവും തട്ടാതെ പാടില്ലല്ലോ, അതുകൊണ്ട് വളർത്തിയതാണ്. ദേവദത്തൻ അത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു. അയ്യടാ, അച്ഛൻ സിനിമയിലെ ഡയലോഗ് കോപ്പി അടിക്കാല്ലേ. ഈ താടി ഇതേപോലെ നീട്ടണ്ട, നന്നായി വെട്ടി ഒതുക്കിയോ എടുത്ത് കളയുകയോ വേണം, കേട്ടല്ലോ. അഭിരാമി ഒരു ശാസ്ത്ര കലർത്തിയ സ്വരത്തോടെ ദേവദത്തനോട് മൊഴിഞ്ഞു. വേറെ എന്തൊക്കെയാ അച്ഛൻ്റെ രാജകുമാരിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ദേവദത്തൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വേറെയൊക്കെ വഴിയെ പറയാം. ഇപ്പൊ വേറൊരു കാര്യം അച്ഛനെനിക്ക് വേണ്ടി ചെയ്തേ പറ്റൂ. അഭിരാമി ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് മുഴിഞ്ഞു. അതെന്താണാവോ? വാക്കുകളിൽ ആശങ്ക കലർത്തിക്കൊണ്ട് ദേവദത്തൻ ചോദിച്ചു. അച്ഛനെന്നെ എടുക്കണം ഇപ്പോൾ. മന്ദാക്ഷ മുഖമായ ഒരു ചെറുചിരിയോടെ തന്റെ ആവശ്യം അറിയിച്ചു. അഭിരാമിയുടെ ആവശ്യത്തെ ദേവദത്തൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. നരസിംഹം എന്തിനാ ചിരിക്കുന്നത്? പിരി ലൂസായോ? അഭിരാമി ചോദിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഓർക്കായിരുന്നു, പ്രായത്തിൽ കവിഞ്ഞ പക്വതയായിരുന്നു വാക്കുകളിലും പ്രവൃത്തിയിലുമെല്ലാം എൻ്റെ കുട്ടി. അച്ഛൻ്റെ അടുത്തേക്ക് ആദ്യമായി വരുമ്പോൾ ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ അതോർത്ത് ചിരിച്ചു പോയതാ. ദേവദത്തൻ ചിരി അടക്കുവാൻ കഴിയാതെ പറഞ്ഞു. അച്ഛൻ എങ്ങനെയായിരുന്നു? ആദ്യമായി വന്നപ്പോൾ വാതിലടയ്ക്കുന്നു, ഭാര്യയെക്കുറിച്ച് കേട്ടപ്പോൾ സിഗരറ്റ് പുകച്ചു തള്ളുന്നു. ഇപ്പോഴോ? അച്ഛനും മാറിയില്ലേ? അഭിരാമി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഒഴിഞ്ഞു. അന്നച്ഛൻ കരുതിയില്ലല്ലോ മുന്നിൽ വന്ന് ഈ ആറ്റ ബോംബ് എന്റെ സ്വന്തം മകളാണെന്ന്. ദേവദത്തൻ ഒന്ന് കൊഞ്ചിക്കൊണ്ട് അഭിരാമിയുടെ മൂക്കിൻ തുമ്പ് ഞെരടിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ അറിഞ്ഞല്ലോ മകളാണെന്ന്. പിന്നെ യഥാർത്ഥ ആറ്റ ബോംബ് അങ്ങ് ഹൈദരാബാദിൽ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ രണ്ടാമത്തെ അരുമ സന്താനം. അച്ഛൻ പാടുപെടും. അഭിരാമി ചിരിയോടെ മറുപടി നൽകി. അങ്ങനെയാണോ? സാരമില്ല, ഈ അച്ഛൻ സഹിച്ചോളാം. ദേവദത്തൻ ഒന്ന് മന്ദഹസിച്ചു. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് മിസ്റ്റർ അച്ഛൻ അങ്ങോട്ട് ചെയ്താട്ടെ. ഞാൻ എത്ര വലുതായാലും അച്ഛൻ്റെ അനുമോളല്ലേ എന്നും. അഭിരാമി ഒരു കൊഞ്ചലോടെ മൊഴിഞ്ഞു. പിന്നെ അല്ലാതെ. ദേവദത്തൻ അവളെ കൊഞ്ചിച്ചു. ദേവദത്തൻ ഇരു കൈകളെ നീട്ടി അഭിരാമിയെ കോരിയെടുത്തു. അഭിരാമിയുടെ പുഞ്ചിരിയോടെ തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റി. ദേവദത്തൻ അഭിരാമിയെ കൈകളിലേന്തി പതിയെ മുന്നോട്ട് നടന്നു. ദേവദത്തൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ആത്മനിർവൃതി നിറഞ്ഞു തുളുമ്പി. ഇടയ്ക്കൊന്ന് പൂമുഖത്തേക്ക് വന്ന രാമേട്ടൻ കണ്ടു. അഭിരാമിയെ കൈകളിലേന്തി നടത്തി വരുന്ന ദേവദത്തനെ. അദ്ദേഹത്തിന്റെ മുഖത്ത് അനൽപമായ ഒരു ആനന്ദത്തിന്റെ അലൊലികൾ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.